നമസ്കാരം. ലൈംഗിക പീഡനത്തിനിരയായി യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ RSS പ്രവർത്തകൻ നിതീഷ് മുരളീധരനെതിരെ പോലീസ് കേസെടുത്തു. കോട്ടയത്ത് അനന്തു അജി എന്ന യുവാവ് ലൈംഗിക പീഡനത്തെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്നാണ് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നത്. അനന്തുവിന്റെ ഇൻസ്റ്റഗ്രാം വീഡിയോ മരണമൊഴിയായി രേഖപ്പെടുത്തിയാണ് തമ്പാനൂർ പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. കേസ് പിന്നീട് പൊൻകുന്നം പോലീസിന് കൈമാറിയതായും അധികൃതർ അറിയിച്ചു. സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ അടിസ്ഥാനത്തിൽ IPC 377 പ്രകാരം പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് കേസെടുക്കാമെന്ന് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മനു കല്ലമ്പള്ളി നിയമോപദേശം നൽകിയിരുന്നു. അതേസമയം ആത്മഹത്യാ പ്രേരണക്കുറ്റം നിലനിൽക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ദീർഘനാളായി താൻ ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നുവെന്നും ഇതിന് പിന്നിൽ RSS പ്രവർത്തകനായ നിതീഷ് മുരളീധരനാണെന്നും അനന്തു അജി എന്ന യുവാവ് മരണമൊഴിയായി പറയുന്ന വീഡിയോ പുറത്തുവന്നത് വലിയ ഞെട്ടൽ സൃഷ്ടിച്ചിരുന്നു. 4 വയസ്സ് മുതൽ താൻ ഇത്തരം അതിക്രമങ്ങൾ നേരിട്ടെന്നും RSS ക്യാമ്പുകളിൽ നിന്നാണ് ദുരനുഭവങ്ങൾ ഏറെയും ഉണ്ടായതെന്നും അനന്തു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് കടുത്ത വിഷാദ രോഗത്തിലേക്ക് തന്നെ നയിച്ചുവെന്നും അമ്മയെയും സഹോദരിയെയും ഓർത്ത് മാത്രമാണ് ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നതെന്നും അനന്തുവിന്റെ വെളിപ്പെടുത്തലുണ്ട്. ബുധനാഴ്ചയാണ് തമ്പാനൂരിലെ ഹോട്ടലിൽ അനന്തുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അനന്തുവിന്റെ ആരോപണങ്ങൾ ഗുരുതരമാണെന്നും സംഭവത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി MP അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. ശാഖയിൽ നടന്ന അതിക്രമങ്ങൾ തനിക്കെതിരെ മാത്രമല്ല എന്ന അനന്തുവിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. RSS നേതൃത്വം സംഭവത്തിൽ ഉത്തരം പറയണമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നു. അതേസമയം RSS പ്രവർത്തകർക്കെതിരെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെയായിരുന്നു അനന്തുവിന്റെ ജീവനൊടുക്കൽ. മരണാനന്തര ചടങ്ങിന് ശേഷം പുറത്തുവരുന്ന രീതിയിലാണ് അനന്തു പോസ്റ്റുകൾ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. RSS പ്രവർത്തകർക്കും സംഘടനയ്ക്കുമെതിരെ 15 പേജുകളിലായാണ് അനന്തുവിന്റെ ആരോപണങ്ങൾ. പിന്നാലെയാണ് ഇൻസ്റ്റഗ്രാമിൽ അനന്തു ഷെഡ്യൂൾ ചെയ്ത വീഡിയോയും പുറത്തുവന്നത്.